الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يكسب إثما فإنما يكسبه على نفسه وكان الله عليما حكيما صدق الله ആദരണീയരായ സത്യവിശ്വാസികളെ അല്ലാഹുവിന്റെ വിധി നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും പരമാവധി ശ്രദ്ധിച്ച് ജീവിതം നല്ല നിലയിലാക്കി തീർത്ത് വിശ്വാസത്തോടുകൂടി ഭക്തിയോടുകൂടി ജീവിക്കാൻ ശ്രമിക്കണമേ എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യന്റെ ജീവിതത്തിലെ ധർമ്മവും അധർമ്മവും നല്ലതും ചീത്തയും അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ കൃത്യമായ അതിർവരമ്പുകളുണ്ട്. ഏതാണ് നന്മ, ഏതാണ് തിന്മ, അല്ലെങ്കിൽ സമൂഹത്തിന് യോജിക്കുന്നത് ഏതാണ്, യോജിക്കാത്തത് ഏതാണ്, തെറ്റായി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നല്ലത് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് എന്നൊക്കെ കൃത്യമായി വേർതിരിച്ച് കാണിച്ച ഒരു മതമാണ് ഇസ്ലാം എന്ന് പറഞ്ഞത്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം അത് ഗവേഷണം നടത്തി നന്മയാണോ തിന്മയാണോ എന്ന് കണ്ടുപിടിക്കേണ്ട ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിലില്ല. അത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ ഏതാണ് നന്മ എന്നും ഏതാണ് തിന്മ എന്നും വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, സത്യം ഏതാണ് എന്നുള്ളത് വളരെ കൃത്യമായി ഇവിടെ വന്നു കഴിഞ്ഞു. അസത്യം എന്നുള്ളത് മായ്ക്കപ്പെട്ടു കഴിഞ്ഞു. അസത്യത്തെ അത് ആ അസത്യം അല്ലെങ്കിൽ അധർമ്മം എന്നുള്ളത് തെറ്റാണ് എന്നുള്ളത് ഇവിടെ കാണിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഖുർആൻ പറയുന്നുണ്ട്, നന്മയുടെ ഒരു ഭാഗവും തിന്മയുടെ ഒരു ഭാഗവും, ആ ഉയർന്നു നിൽക്കുന്ന രണ്ട് ഭാഗങ്ങൾ നാം അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന്. ആ നിലക്ക് നന്മയും തിന്മയും വളരെ കൃത്യമായി വിവേചിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കാണാൻ കഴിയും. അത് നമ്മുടെ മതത്തിന്റെ ഒരു പ്രത്യേകതയായി തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഭൗതിക വീക്ഷണത്തിൽ ഒരു കാര്യം നന്മയാണോ തിന്മയാണോ എന്ന് എങ്ങനെ വേർതിരിച്ചറിയുമെന്ന് ചോദിച്ചാൽ വ്യത്യസ്തമായ വീക്ഷണങ്ങളാണ് അതിനൊക്കെയുള്ളത്. മതം ഉൾക്കൊള്ളാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ സംബന്ധിച്ച് അവരോട് ചോദിക്കാണ് ആ കാര്യം നന്മയാണോ അല്ലെങ്കിൽ തിന്മയാണോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു വ്യക്തത പലപ്പോഴും ലഭിക്കാൻ പ്രയാസമാണ്. കാരണം ചില ആളുകൾ പറയും നന്മകളും തിന്മകളൊക്കെ കണക്കാക്കേണ്ട വ്യക്തികളുടെ താല്പര്യം അനുസരിച്ചാണ്. അപ്പൊ എനിക്ക് എന്താണ് ഒരു കാര്യം നല്ലതാണ് തോന്നുന്നത് അത് നല്ലതായി എനിക്ക് തിരഞ്ഞെടുക്കാം.
അത് ചീത്തയാണെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ അത് തിന്മയായി എനിക്ക് മാറ്റി നിർത്തുകയും ചെയ്യാം എന്ന് അഭിപ്രായപ്പെടുന്ന ഭൗതികവാദികളുണ്ട്. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പൊ ലഹരി ഉപയോഗിക്കുന്നത് എനിക്ക് നല്ല ആനന്ദം പകരുന്നതും അതേപോലെ തന്നെ ഒരുപാട് ആശ്വാസം ഉണ്ടാകുന്നതൊക്കെയാണ് എന്ന് വിചാരിച്ച് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങുകയും അത് നന്മയാണ് എന്ന് ഞാൻ പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും? ഭൗതിക വീക്ഷണത്തിൽ തന്നെ. അല്ലെങ്കിൽ വഴിവിട്ട ലൈംഗിക ബന്ധം എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല സംതൃപ്തമായ ജീവിതമാണ് അതുകൊണ്ട് കിട്ടുന്നത് എന്ന് വിചാരിച്ച നന്മയാണ് എന്ന് വിചാരിച്ച നന്മയാക്കി തീർക്കുകയാണെങ്കിൽ അത് മറ്റു പലരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കും, സമൂഹത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ഒരു വ്യക്തിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം കൊടുത്തിട്ടില്ല. നന്മയാണോ തിന്മയാണോ തീരുമാനിച്ച് അത് എടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല. മറ്റു ചെറുപ്പത്തിൽ ആളുകൾ പറയും ഭൗതികമായ കോടതികൾ അല്ലെങ്കിൽ ഭൗതികമായ ശിക്ഷ അത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നന്മയായി നമുക്ക് കണക്കാക്കാം. അപ്പൊ ഭൗതികമായ ശിക്ഷ പേടിച്ചുകൊണ്ട് തിന്മയിൽ നിന്ന് മാറി നിൽക്കുകയും അപ്പൊ നന്മ ചെയ്യുകയൊക്കെ ചെയ്യുന്ന രീതിയാണ് എങ്കിൽ അത് കുറ്റകൃത്യങ്ങളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കല്ല ചെയ്യാം. എത്രമാത്രം ഭൗതികതയുടെ ഈ കണ്ണിൽ നിന്ന്, അതായത് കണ്ടുപിടിക്കുന്നതിന്റെ പോലീസിന്റെയും അല്ലെങ്കിൽ അന്വേഷണത്തിന്റെയും ഒക്കെ ആ പരിധിയിൽ നിന്ന് എത്രമാത്രം മാറി നിന്ന് തിന്മകൾ ചെയ്യാൻ പറ്റുമോ അത്രയും തിന്മകളും വേണ്ടാത്തരങ്ങളും ചെയ്യാൻ മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും അങ്ങനെയാണല്ലോ. നിയമത്തിന് പിടികൊടുക്കാത്ത രൂപത്തിൽ എല്ലാ നിലക്കുള്ള പഴുതുകളും അടച്ചാൽ എന്ത് തിന്മയുമാകാം എന്ന് വിശ്വസിക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പൊ വാർത്താമാധ്യമങ്ങളിലൊക്കെ വളരെ പ്രശസ്തമായി കൊണ്ടിരിക്കുന്ന കൊലപാതകത്തെ പറ്റി അതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ കൊല നടത്തി ആ ഭൗതിക ശരീരം കാണാത്ത രൂപത്തിൽ നശിപ്പിച്ചാൽ ആ കുറ്റത്തിൽ നിന്ന് ഞാൻ ഒഴിവാകും എന്ന് ചിന്തിക്കാം. അപ്പൊ ഇങ്ങനെ ഭൗതിക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടുള്ള എന്തുമാകാം എന്ന് ചിന്തിക്കുന്ന ഭൗതികവാദികളുണ്ട്. മറ്റു ചിലപ്പോൾ ചില ആളുകൾ പറയും നമ്മളെ ജീവിതത്തിൽ മെച്ചമുണ്ടോ, ജീവിതത്തിന് നേട്ടമുണ്ടാവും എങ്കിൽ അതൊക്കെ നന്മയാണ്. അങ്ങനെ ആലോചിച്ച് നോക്കൂ. എന്റെ ജീവിതത്തിൽ നേട്ടമാണ് പലിശ വാങ്ങാന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വായ്പയായി കൊടുക്കുകയും അത് ധാരാളമായി പലിശ ഇരട്ടിയായി ഞാൻ വാങ്ങുകയും ചെയ്യാമെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിൽ നേട്ടവും ലാഭകരമാണ്. അതുകൊണ്ട് പലിശ എന്റെ വീക്ഷണത്തിൽ അല്ലെങ്കിൽ എനിക്ക് നേട്ടമുണ്ടാകുന്നു എന്നതിന്റെ പേരിൽ അപ്പൊ ആളുകൾക്ക് നേട്ടമുണ്ടാകുന്നതൊക്കെ നന്മയാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇത്തരം തിന്മകളൊക്കെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ ചൂഷണം ചെയ്ത് ചില ആളുകൾക്ക് നേട്ടമുണ്ടാക്കി തീർക്കുന്നതൊക്കെ നന്മയാണ് എന്ന് പറയേണ്ടി വരും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ കൃത്യമായി അതിന്റെ നന്മയും തിന്മയും വിവേചിച്ച് നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചത് ഈ ഒരു മാനദണ്ഡങ്ങൾക്കൊന്നും വിധേയമായിട്ടല്ല. നമ്മളെ സൃഷ്ടിച്ച റബ്ബ്, ആ റബ്ബിന്റെ നിരീക്ഷണത്തിലാണ് നമ്മൾ എന്നുള്ള കൃത്യമായ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നന്മയെയും തിന്മയെയും നാം അതാണ് മാനദണ്ഡമായി നാം സ്വീകരിക്കേണ്ടത്. അലാ ലഹുൽ ഖൽഖ് അലാ യഅലമു മൻ ഖലഖ ഖുർആൻ പറയുന്നത് അലാ അറിയുക, യഅലമു മൻ ഖലഖ സൃഷ്ടിച്ചവയെ പറ്റി അവനറിയാം. ഇവിടെ സൃഷ്ടിച്ചു വെച്ച മനുഷ്യരുടെ അവരുടെ പ്രകൃതത്തെ പറ്റി, അവരുടെ ആവശ്യത്തെ പറ്റി, അവർക്ക് അനുയോജ്യമായത്, അവർക്ക് പ്രതികൂലമായത് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി അവൻ അറിയുന്നു. ആരാണോ സൃഷ്ടിച്ചത് ആ സൃഷ്ടിച്ച സൃഷ്ടാവിനെ, ആ സൃഷ്ടിപ്പിനെ പറ്റി എല്ലാം അറിയാം. സൂക്ഷ്മമായി വളരെ കൃത്യമായി കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു. ആ അള്ളാഹു നന്മയാണ് എന്ന് പറഞ്ഞതൊക്കെ നന്മയായും, ആ അള്ളാഹു ആ സൃഷ്ടാവ് തിന്മയാണ് എന്ന് പറഞ്ഞതൊക്കെ തിന്മയായും അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു സൃഷ്ടി ചെയ്യേണ്ടത് എന്നാണ്. കാരണം ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ ആ പ്രൊഡക്റ്റിന്റെ എല്ലാ വശങ്ങളെ പറ്റിയും പറയാൻ അർഹത ആർക്കാണ്? അത് പുറത്തിറക്കിയവർക്കാണ്. അതേപോലെ സൃഷ്ടിച്ച പടച്ചവൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയും ആ സൃഷ്ടാവ് നൽകിയിട്ടുള്ള നിയമനിർദ്ദേശങ്ങൾ
അതാണ് നന്മ തിന്മകളായി വിവേചിച്ച് ഭൂമിയിലേക്ക് അല്ലെങ്കിൽ മനുഷ്യരിലേക്ക് അള്ളാഹു അറിയിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുകയും ആ അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാണ് ഞാൻ എന്ന ബോധത്തോടു കൂടിയാകുകയും ചെയ്യുക എന്നുള്ളതാണ് നന്മ തിന്മകൾ കൊണ്ടു നടക്കുന്നതിലുള്ള മാനദണ്ഡമായി നാം കണക്കാക്കേണ്ടത്. ഇപ്പൊ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. ഗൈബിയായ രൂപത്തിൽ, മറഞ്ഞ രൂപത്തിൽ പടച്ചവനെ പേടിക്കുക. ഇപ്പൊ ഞാനൊരു നല്ല കാര്യം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പടച്ചവൻ, ആ പടച്ചവന്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി, ആ പടച്ചവന്റെ പ്രതിഫലം ലഭിക്കാൻ വേണ്ടി എന്നുള്ള നിലക്ക്, മറഞ്ഞ നിലക്ക് പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ട് ഒരാൾ കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ലഹും മഗ്ഫിറത്തുൻ, അവരെ സംബന്ധിച്ചിടത്തോളം പാപമോചനമുണ്ട്, വഅജ്റുൻ കബീർ, വലിയ പ്രതിഫലവുമുണ്ട് എന്നാണ്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മനസ്സിനോട് ചോദിക്കേണ്ടത്, ഞാനൊരു നല്ല കാര്യം ചെയ്യുന്നത് എന്റെ വ്യക്തിപരമായ താല്പര്യത്തിലാണോ, എന്റെ കുടുംബത്തിന് വേണ്ടിയാണോ, അല്ലെങ്കിൽ ആൾക്കാർക്ക് വേണ്ടിയാണോ, അല്ലെങ്കിൽ ഞാൻ ആ തെറ്റ് ചെയ്യാതിരിക്കുന്നത്, ആ തെറ്റിൽ നിന്ന് ഞാൻ ഒഴിവായി നിൽക്കുന്നത് നാട്ടുകാർക്ക് വേണ്ടിയാണോ, കുടുംബത്തിന് വേണ്ടിയാണോ, അല്ലെങ്കിൽ എന്റെ വ്യക്തിപരമായ എന്തെങ്കിലും എനിക്ക് ദോഷം പറ്റുമെന്നുള്ളത് കൊണ്ടാണോ? അത് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതൊന്നുമല്ല. യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, അദൃശ്യമായ രൂപത്തിൽ അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, ആ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടാണ് ഒരാൾ കാര്യങ്ങൾ ചെയ്യുന്നത് എങ്കിൽ രണ്ട് പ്രതിഫല പറഞ്ഞത്. ലഹും മഗ്ഫിറ, എനിക്ക് തെറ്റ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടായി, അങ്ങനെ ഒരു അവസരത്തിൽ ഞാൻ പെട്ടു, തെറ്റ് ചെയ്യണം, ആ തെറ്റ് ചെയ്യാനുള്ള എല്ലാ അനുകൂലമായ അവസ്ഥയും എനിക്കുണ്ടായി. ആ അവസരത്തിൽ യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, പടച്ചവനെ അദൃശ്യമായ രൂപത്തിൽ ഭയപ്പെടുന്നു. അങ്ങനെ തെറ്റ് ചെയ്യാതിരുന്നാൽ രണ്ട് കാര്യം പടച്ചവൻ പറഞ്ഞേ. എന്താ പറഞ്ഞത്? മഗ്ഫിറ, പാപമോചനം. ഞാൻ ആ തെറ്റ് ചെയ്തില്ല എന്നതിന്റെ പേരിൽ, അതായത് അള്ളാഹുവിനെ പേടിച്ച് ആ തെറ്റിൽ നിന്ന് ഒഴിവായതിന്റെ പേരിൽ കഴിഞ്ഞു പോയ എന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന അവസ്ഥ വരും. വഅജ്റുൻ കബീർ, അതിന് പുറമെ വലിയ പ്രതിഫലവും ലഭിക്കുമെന്ന്. ഇത്രമാത്രം വലിയ കാര്യമാണ് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. ആരെങ്കിലും അദൃശ്യ രൂപത്തിൽ പടച്ചവൻ അങ്ങനെ പേടിക്കുകയാണെങ്കിൽ അവന്റെ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ ഇങ്ങനെ പൊറുക്കാൻ അതുകൊണ്ട് കാരണമാകും. അതോടൊപ്പം ഒരുപാട് പ്രതിഫലവും അവന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇസ്ലാമിന്റെ നന്മയും തിന്മയും എടുത്തു നോക്കിയാൽ ഏത് കാലത്തേക്കും അനുയോജ്യമാണ്, ഏത് സമയത്തേക്കും അനുയോജ്യമാണ്, ഏത് പ്രദേശത്തേക്കും അതേപോലെ ഏത് ജനവിഭാഗങ്ങളിലേക്കും അനുയോജ്യമാണ്, എവിടെയും ഫിറ്റാണ് എന്ന് കാണാൻ കഴിയും. ഇപ്പൊ നമ്മള് കൂട്ടുകാരൻ കൂടെ കൂടുമ്പോഴും അവിടെ ചെയ്യുന്ന തിന്മകൾ പള്ളിയിൽ വരുമ്പോഴും തിന്മ തന്നെയാണ്. കൂട്ടുകാരന്റെ കൂടെയാകുമ്പോ ചെയ്യുന്ന നന്മ നമ്മൾ പള്ളിയിൽ വരുമ്പോഴും നന്മയാണ്. അവിടെ ആകുമ്പോ നന്മയാകുന്ന ഒരു കാര്യം ഇവിടെ പള്ളിയിൽ വരുമ്പോ തിന്മയാകുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ കുടുംബത്തിൽ ഒരു തിന്മ ചെയ്യുന്നുവെങ്കിൽ അത് എല്ലാ സ്ഥലത്തും തിന്മ തന്നെയാണ്. അപ്പൊ ഒരു നന്മയായി മനസ്സിലാക്കേണ്ടത് അള്ളാഹു അത് എങ്ങനെയാണോ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതനുസരിച്ച് അത് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഒരു തിന്മയായി മനസ്സിലാക്കുന്നത് അത് ആളുകൾ കാണുമ്പോൾ മോശമാണ് എന്നുള്ളത് കൊണ്ടല്ല. പടച്ചവൻ എന്നെ പടച്ചവൻ എനിക്കത് തിന്മയായി നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആ നിലയ്ക്ക് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, റമളാൻ കാലാവുമ്പോ റമളാൻ മാസമാണ് ഇപ്പൊ പറ്റൂല. ഇപ്പൊ റമളാൻ മാസം പറ്റാത്തതും എന്നാൽ വേറെ മാസങ്ങളിൽ പറ്റുന്നതുമായ ഒരു കാര്യമില്ല. ഒരാളെ പറ്റുന്നെങ്കിൽ കുറ്റം പറയുമ്പോഴൊക്കെ സാറിന് പറയാറുള്ളത് റമളാനിലെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ റമളാൻ മാസം ചെയ്യാൻ പറ്റാത്തതും എന്നാൽ മറ്റു കാലങ്ങളിൽ ചെയ്യാൻ പറ്റുന്നതുമായ ഒരു തിന്മയും ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എല്ലാ കാലത്തേക്കും എല്ലാ സമയത്തേക്കും ഏത് സമുദായത്തിലേക്കും സാർവലൗകികമായി നന്മയും തിന്മയും ഒക്കെ വിവേചിച്ച് ഇവിടെ പടച്ചതമ്പുരാൻ നിശ്ചയിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ അതിന് പുറമെ പറയുന്ന ഒരു കാര്യം കൂടി, ഒരു നന്മ ആരെങ്കിലും ചെയ്താൽ അത് വലിയൊരു ഓഫർ കൂടിയാണ്. അപ്പൊ നന്മയും തിന്മയും വിവേചിച്ച് തന്നത് മാത്രമല്ല, ഒരു നന്മ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിന്റെ 10 ഇരട്ടി അതിന് പ്രതിഫലമുണ്ട് എന്നാണ്. അള്ളാഹുവിന്റെ കാരുണ്യമാണ് അവിടെ കാണിക്കുന്നത്. 10 ഇരട്ടി പ്രതിഫലമുണ്ട്.
എന്നാൽ ഒരു തിന്മ, ഒരു വേണ്ടാത്ത ഒരാളിൽ എന്ന് പറഞ്ഞാൽ ആ വേണ്ടാത്തരത്തിന് ആ ഒരു കുറ്റം മാത്രമാണ് അവനുള്ളത്. നന്മയാണെങ്കിൽ 10 നന്മയായി കണക്കാക്കും. പക്ഷേ വേണ്ടാത്ത ഒരു തിന്മ ഒരാളിൽ എന്ന് വന്നാൽ അത് ഒരു തിന്മയായി അള്ളാഹു കണക്കാക്കുകയും അതിനെ ശിക്ഷിക്കുകയും ചെയ്യുമെന്ന് അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വിശദമായി ഇങ്ങനെ പറഞ്ഞത്. ഇന്നല്ലാഹ കതബൽ ഹസനാതി വസയ്യിആത്. അള്ളാഹു നന്മകളും തിന്മകളും ഒക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുബയ്യന എന്നിട്ട് അള്ളാഹു അത് വിശദമാക്കിയത് ഫമൻ ഹമ്മ ബിഹസനത്തിൻ, ആരെങ്കിലും ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഫലം യഅമൽഹ, നന്മ ചെയ്തിട്ടില്ല. ഒരാൾക്ക് രണ്ടുപേർക്ക് സഹായിക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൂ. അങ്ങനെ വിചാരിച്ചാൽ തന്നെ കതബഹല്ലാഹു ഇൻദഹു ഹസനതൻ കാമില, അതൊരു പൂർണ്ണ നന്മയായി അള്ളാഹു കണക്കാക്കുന്നു. നന്മ ചെയ്യാൻ വിചാരിച്ചാൽ തന്നെ ഒരു പൂർണ്ണമായ നന്മയായി. വൈൻ ഹമ്മ ബിഹാ, ഇനി ആ പ്രവർത്തനം അങ്ങനെ ചെയ്താൽ അതിനെ അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ കതബഹല്ലാഹു അലൈഹി അശ്റു ഹസനാത്തിൻ, അള്ളാഹു ആ നന്മയെ 10 നന്മയായി അതിനെ കണക്കാക്കും. 700 ഇരട്ടി വരെയും ചിലപ്പോൾ അത് നന്മ അതിന് കിട്ടാം, പ്രതിഫലം ലഭിക്കാമല്ലോ. നന്മ ചെയ്യാൻ വിചാരിച്ചാൽ തന്നെ ഒരു നന്മ, ആ നന്മ ചെയ്താൽ അത് 10 മുതൽ 700 വരെ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഒരു ധാന്യമണി കുഴിച്ചിട്ടു, അതിൽ നിന്ന് ഒരു ചെടി മുളച്ചു വന്നു, അതിൽ 10 കതിരുകൾ ഉണ്ടായി. അങ്ങനെ ഓരോ കതിരിലും അങ്ങനെ അതിന്റെ ധാന്യമണികൾ ഉണ്ടാവുകയാണെങ്കിൽ അത് 700 വരെ ആകുന്ന രൂപത്തിൽ നിങ്ങളുടെ നന്മകൾ 700 വരെയാകുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആ രൂപത്തിൽ 10 മുതൽ 700 വരെയും നന്മകൾക്ക് പ്രതിഫലം ലഭിക്കാം. പിന്നെ പറയുന്നത് ഇനി ഒരു മനുഷ്യൻ അതേപോലെ ഒരു തിന്മ ചെയ്യാൻ വിചാരിച്ചാൽ ആ തിന്മ ചെയ്തില്ല, വേണ്ടാത്ര മനസ്സിൽ തോന്നി, ആ തോന്നൽ ഉണ്ടായി എന്നതിന്റെ പേരിൽ കതബഹല്ലാഹു, എന്നിട്ട് ആ തിന്മയിൽ നിന്ന് പിന്മാറിയാൽ കതബഹല്ലാഹു ഇൻദഹു ഹസനതൻ കാമില, അതൊരു നന്മയായി കണക്കാക്കുന്നു. നമ്മളിൽ നിന്ന് ഒരു വേണ്ടാത്തത് നമ്മുടെ മനസ്സിൽ തോന്നാണ്, അപ്പൊ തന്നെ പടച്ചവനെ ഓർമ്മ വരുന്നു, ചെയ്യാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ച് ആ തിന്മ ചെയ്യാതിരുന്നാൽ ഒരു നന്മയായി അതിനെ രേഖപ്പെടുത്തും. വൈൻ ഹമ്മ ബിഹാ, ഇനി അഥവാ ആ തെറ്റ് അതിൽ വീണുപോയ തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തെങ്കിൽ അള്ളാഹു അത് ഒരു തിന്മയായാണ് രേഖപ്പെടുത്തുന്നത് എന്ന്. അപ്പൊ തിന്മ ചെയ്താൽ തന്നെ 1 മാത്രമാണ് രേഖപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നതല്ലോ, അള്ളാഹു എന്റെ കാരുണ്യം എല്ലാറ്റിനും അതിര് കവിഞ്ഞ് നിൽക്കുകയാണ് എന്ന്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ആ ഭാഗമാണ് അവിടെ കാണുന്നത്. അപ്പൊ നന്മ ചെയ്താൽ ആ നന്മ ഇരട്ടിയായി അള്ളാഹു തരുമെന്ന് വാഗ്ദാനം ചെയ്യാം. വിശുദ്ധ ഖുർആൻ പറയുന്നത് മറ്റൊരു കാര്യമാണ്, ആരും ഒരു നന്മ ചെയ്താലും അത് അവന് തന്നെയാണ്, അതിന്റെ ഗുണം അവന് തന്നെയാണ്. നമ്മൾ സാമൂഹ്യക്ഷേമ പ്രവർത്തനം ചെയ്തു, അതിന്റെ പ്രതിഫലമായിരിക്കാം ചെയ്ത നമുക്കാണ്. നമ്മൾ നല്ല വാക്ക് പറഞ്ഞു, അതിന്റെ പ്രതിഫലം നമുക്കാണ്. നമ്മൾ കുടുംബത്തോട് നല്ല പെരുമാറി നമുക്കാണ്. അപ്പൊ ആരെന്ത് നന്മ ചെയ്തുവോ അത് അവനാണ്. പടച്ചവനെ സംബന്ധിച്ചിടത്തോളം ആ പടച്ചവന്റെ ശ്രേഷ്ഠതയിൽ അത് ഏതെങ്കിലും രൂപത്തിൽ വർധനം വരുത്തുന്നില്ല. ഒരാൾ നന്മ ചെയ്താൽ ആ നന്മ അവർക്ക് തന്നെയാണ്. തിന്മ ചെയ്താലോ അതിന്റെ ദോഷവും അവന് തന്നെയാണ്. ഒരു രണ്ടാന്തരം ചെയ്യുകയാണെങ്കിൽ ആ ദോഷവും അനുഭവിക്കാനുള്ളത് അവർ തന്നെയാണ്. ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു ആയത്താണ് എനിക്ക് കേൾപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ സൂറത്തു നിസാഇലെ 111-ാമത്തെ ആയത്ത്, ഒരു മനുഷ്യൻ ഒരു തിന്മ സമ്പാദിച്ചാൽ, ഉപയോഗിച്ച പദം നോക്കൂ, കസബാണ്, സമ്പാദിച്ചു, സേവ് ചെയ്തു. നമ്മളൊക്കെ പണം സൂക്ഷിച്ച് വെക്കലുണ്ടല്ലോ, പെട്ടിയിൽ വെക്കുക അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ പറയുന്ന അതേപോലെ. അങ്ങനെ ഒരു തിന്മ ഒരാൾ ഡെപ്പോസിറ്റ് ചെയ്താൽ, സേവ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം, വലിയ തെറ്റാവട്ടെ ചെറിയ തെറ്റാവട്ടെ ചെയ്താൽ, അങ്ങനെ ഒരു കുറ്റം ഒരാൾ ചെയ്യുകയാണെങ്കിൽ അയാൾ ആ സമ്പാദിച്ചു വെക്കുന്നത് അയാൾക്ക് തന്നെ എതിരായി മാറുന്നതാണ്. വേണ്ടാത്ത ഒരു കാര്യം ചെയ്തു, ഒരു കുറ്റകൃത്യം ചെയ്തു, അതിന് തൊട്ട് മുമ്പ് പറയുന്നുണ്ട്, ആരെങ്കിലും ഒരു തെറ്റ് ചെയ്യാണ് എന്നിട്ട് പടച്ചവനോട് പൊറുക്കലിനെ തേടുകയാണെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് പറയുന്നു.
തെറ്റുകൾ രണ്ട് രൂപത്തിലുണ്ടല്ലോ, നമുക്കറിയാം, വിശദീകരിക്കല്ല. സ്വന്തത്തോട് തെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്ന തെറ്റുകളുണ്ട്. ആ തെറ്റുകൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ അള്ളാഹു പൊറുക്കും. നേരെ മറിച്ച് ആളുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും, ഒരാളെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അയാളുടെ പണം അല്ലെങ്കിൽ അനധികൃതമായി കൈക്കലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരാളെ അടിച്ചിട്ടുണ്ട്, ഏതെങ്കിലും രൂപത്തിൽ ആക്രമിച്ചിട്ടുണ്ട്, അങ്ങനെ ആളുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട്. അതാണെങ്കിൽ അള്ളാഹുവോട് പൊറുക്കലിനെ തേടുകയും ഈ മനുഷ്യനിൽ നിന്ന് അതൊക്കെ പൊരുത്തപ്പെടിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ്. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു റഹീമാണ് തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു എല്ലാം പൊറുക്കുന്ന രൂപത്തിൽ അവനെ കാരുണ്യം ചെയ്യുന്ന. എന്നിട്ട് പിന്നെ പറഞ്ഞ എന്താണ്, ഇനി അതൊന്നും ചെയ്യാത്ത രൂപത്തിൽ ഇത് സമ്പാദിച്ചു വെക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ സേവ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ഓരോ തെറ്റും സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്, നന്മകളും അതേപോലെ തന്നെ ഇങ്ങനെ സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് അവിടെ നമ്മുടെ അക്കൗണ്ടിലേക്ക് അപ്ലോഡ് ആയി കഴിഞ്ഞാൽ പിന്നീട് അവിടുന്ന് പോകണമെങ്കിൽ നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തണം. അല്ലെങ്കിൽ നമ്മെ കൊണ്ട് ആരാണോ പ്രയാസപ്പെട്ടത് അയാളെ പോയി പൊരുത്തപ്പെടിക്കണം. പലപ്പോഴും നമ്മൾ ആ മനസ്സൊന്നും സമ്മതിക്കാറില്ല. അതിനൊന്നും എനിക്കാവില്ല, ഇനി വേണമെങ്കിൽ ഞാൻ തെറ്റൊന്നും ചെയ്യാതിരുന്നോളാം എന്ന് പറയും. പക്ഷെ അതുകൊണ്ടാണ് പറയുന്നത്, അങ്ങനെ ആരെങ്കിലും നേരത്തെ ചെയ്തു വെച്ചതുണ്ടെങ്കിൽ, അങ്ങനെ അവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാലോ വാട്സപ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് വന്നാൽ അത് നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ കഴിയും. നമ്മൾ ഡിലീറ്റ് ചെയ്താൽ തന്നെയും അതിന്റെ സെർവറിൽ, വാട്സപ്പിന്റെ കമ്പനിയുടെ സെർവറിൽ അത് ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ കുറ്റവാളികളെ പറ്റി എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യങ്ങളെ തെളിയിക്കാൻ വേണ്ടി മുമ്പ് ഡിലീറ്റ് ആക്കിയ എല്ലാ മെസ്സേജും വേണമെങ്കിൽ കമ്പനിയിൽ നിന്ന് എടുക്കാൻ കഴിയും. നമ്മുടെ ഇമെയിലിൽ വന്നിട്ടുള്ള ഒരു മെസ്സേജ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും അതിന്റെ ആ സെർവറിൽ നിന്ന് എടുക്കാൻ കഴിയും. ഇതേ രൂപത്തിൽ പല കാര്യങ്ങളും നമ്മൾ പറയും അതൊക്കെ അന്ധകാലത്ത് ചെയ്തു പോയതാണ്. അല്ല, അന്ധകാലത്ത് ചെയ്തു പോയതൊന്നും പോകില്ല. അതെല്ലാം അവന്റെ സമ്പാദ്യമായി അവന്റെ അക്കൗണ്ടിലേക്ക്, അവന്റെ സെർവറിലേക്ക് എല്ലാം സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന്. അങ്ങനെ അങ്ങനെ ഒരു തെറ്റ് അങ്ങനെ സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവനെതിരായി മാറുന്ന ഒന്നായി അവിടെ നിലനിൽക്കുമെന്നാണ്. ഇങ്ങനെ അവൻ മറ്റുള്ളവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കുകയോ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയോ ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ നിലനിൽക്കുന്നു? അള്ളാഹു അവരെ പിടികൂടുമെന്ന് പറയാൻ കാരണം എന്താ? വകാനല്ലാഹു അലീമൻ ഹകീമ. കാരണം വളരെ കൃത്യമായി അള്ളാഹു കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് ഇവന് ശിക്ഷ നൽകേണ്ടത്, എങ്ങനെയാണ് ഇവരെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് വളരെ യുക്തിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നവരുമാണ് അള്ളാഹു എന്ന്. അലീമുമാണ് ഹക്കീമുമാണ് അള്ളാഹു. അതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ ഒരു താക്കീതായി പറയണം. അപ്പൊ നമ്മുടെ കണക്ക് പുസ്തകത്തിലേക്ക്, ഈ കണക്ക് പുസ്തകം നാളെ കാണിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. അല്ലാഹു വിവേചിച്ചു തന്ന ആ നന്മ, ആ തിന്മകൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ വന്നു പോയത് മുഴുവനും അത് ഓരോന്നും ഓരോ മനുഷ്യരും കാണുമെന്ന്. ഇനി അവിടുന്ന് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ, തിന്മകൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്നുണ്ടാവുകയും അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. അല്ല എങ്കിൽ ഓരോരുത്തർക്കും എതിരായി നാളെ പരലോകത്ത് വലിയ കുറ്റമായി മാറുകയും കുറ്റവാളികളായി തീരുകയും ചെയ്യും എന്ന് അള്ളാഹു മുന്നറിയിപ്പ് നൽകണം. ഈ നിലയ്ക്ക് നന്മ തിന്മകളെ സംബന്ധിച്ചിടത്തോളമുള്ള ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക, പരമാവധി ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ക്രമീകരിക്കാനും ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പരമാവധി ശ്രദ്ധിക്കുകയും നന്മകൾ പരമാവധി ചെയ്യാൻ ശ്രമിക്കുകയും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസം ബലത്തിന് കൂടി കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു. സാധാരണ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ കുളിക്കുന്നത് പറയുമ്പോൾ സാധാരണ പറയാറുള്ളത് കുളിയുടെ ഫർള് രണ്ടെണ്ണമാണ് എന്ന് പറയാറുണ്ട്. ഒന്ന് നിയ്യത്ത് വേണം എന്നുള്ളതിന്,
അത് വുളുവാണെങ്കിലും കുളിയാണെങ്കിലും ഏത് ശുദ്ധീകരണത്തിന്റെ കാര്യങ്ങൾ, ഏത് അമല് നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും നിയ്യത്ത് എന്നുള്ളത്, അതായത് ഞാൻ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള മനോഭാവം മനസ്സിലുണ്ടാകുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന്, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നനഞ്ഞിരിക്കണമെന്നാണ്. അതാണ് നിർബന്ധമായും ഒരാളുടെ ആ കുളി ശരിയാകാനുള്ള കാര്യമായി ഫിഖ് കിതാബുകളിലൊക്കെ പറയാറുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുളിച്ച കാര്യം പറയുകയുണ്ടായി. റസൂല് ആദ്യം വുളുവിന്റെ ഭാഗങ്ങളാണ് കഴുകിയത്, വുളു എടുത്ത് അതിനുശേഷമാണ് കുളിച്ചത് എന്ന്. പിന്നീട് കുളിച്ചതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളു എടുത്തിരുന്നില്ല. അപ്പൊ വുളുവും കുളിയും അത് ആ ക്രമത്തിൽ തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. പിന്നെ തലയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളം ഒഴിച്ചിരുന്നു. ചില ഹദീസുകളിലൊക്കെ അത് വലതുവശം അതിന് പ്രത്യേകമായി ശ്രദ്ധിച്ചു ആദ്യം ഒഴിക്കാൻ, പിന്നീട് ഇടതുവശത്തേക്ക്, അങ്ങനെ തുടങ്ങുന്നത് വലതുവശം ആയിരിക്കണം വെള്ളം ഒഴിക്കുമ്പോൾ എന്നൊക്കെ ചില ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ വലതുവശം കൊണ്ട് ചെയ്യുക എന്നുള്ളത് ഇസ്ലാമികമായ ഒരു മര്യാദയാണ്. പിന്നെ തലമുടിയൊക്കെ അങ്ങനെ തിങ്ങിയ രൂപത്തിലാണെങ്കിൽ ആ മുടികൾക്കിടയിലൂടെ ഒക്കെ വിരലോടിച്ചുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിച്ചിരുന്നത് എന്നുള്ളതും ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇത് വെള്ളിയാഴ്ച കുളിക്കുന്നതിനെ സംബന്ധിച്ചും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പ്രായപൂർത്തിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജുമാ ദിവസം കുളിക്കൽ നിർബന്ധമാണ്. അതേപോലെ തന്നെ ബ്രഷ് ചെയ്യുകയും സുഗന്ധം പൂശുകയൊക്കെ ചെയ്യുകയും ചെയ്യേണ്ടത് മര്യാദയാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു ഹദീസ്. ഈ വാജിബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ കടുത്ത സുന്നത്ത് എന്നുള്ള നിലക്കാണ്, സുന്നത്ത് മുഅക്കദത്തായിട്ടാണ് പണ്ഡിതന്മാർ അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ വെള്ളിയാഴ്ച കുളിക്കുക എന്നുള്ളത് ജുമാക്കുള്ള ഒരു പ്രധാനപ്പെട്ട കർമ്മമായി തന്നെ ഹദീസുകളിൽ വന്നത് കാണുന്നുണ്ട്. ആരെങ്കിലും കുളിക്കുകയും ജുമാക്ക് വരികയും ചെയ്തു, എന്നിട്ട് അവന് കണക്കാക്കപ്പെട്ട നമസ്കാരം നമസ്കരിച്ചു, പിന്നെ മിണ്ടാതെ പള്ളിയിൽ ഇരുന്നു, ഇമാമ് പ്രസംഗത്തിൽ നിന്ന് ഖുതുബയിൽ നിന്ന് വിരമിക്കുന്നത് വരെ, അതിനുശേഷം ഇമാമിന്റെ കൂടെ ജുമാ നമസ്കരിക്കുകയും ചെയ്താൽ അവന്റെ ഈ ജുമായുടെയും അതേപോലെ തന്നെ കഴിഞ്ഞ ജുമായുടെയും ഇടയിലുള്ള പാപങ്ങളൊക്കെ ഓർക്കപ്പെടുന്നതാണ്. അല്ല, 3 ദിവസം കൂടി, അതായത് 10 ദിവസത്തേക്ക് അവന്റെ പാപങ്ങൾ ഓർക്കപ്പെടാൻ ഈ കർമ്മങ്ങൾ കൊണ്ട് കാരണമായി തീരുന്നു. അവിടെ പറഞ്ഞ ആ നിബന്ധനകളൊക്കെ 2 ഹദീസിൽ കൂടി പറഞ്ഞു നോക്കൂ. വെള്ളിയാഴ്ച കുളിച്ചിട്ട് വരിക, സുഗന്ധം പൂശിയിരിക്കുക, അത് ഒക്കെ റസൂലിന്റെ ഒരു മര്യാദയായി പഠിപ്പിച്ചതാണ്. പള്ളിയിൽ വരുമ്പോ മറ്റുള്ളവർക്ക് അരോചകമായ ഒരു പെരുമാറ്റം നമ്മിൽ നിന്നുണ്ടാകരുത്. അത് നമ്മുടെ പ്രവർത്തനത്തിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങളിലൂടെ ആണെങ്കിലും ഒക്കെ. ഉള്ളി നിന്നുകൊണ്ട് പള്ളിയിൽ വരരുത് റസൂല് പറഞ്ഞല്ലോ. അപ്പൊ ആ ഉള്ളിയുടെ ആ ദുർഗന്ധം മറ്റുള്ളവർക്ക് ശല്യമുണ്ടാക്കും. അപ്പൊ മറ്റുള്ളവർക്ക് ഏതെങ്കിലും രൂപത്തിൽ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ പള്ളിയിൽ വരരുത് എന്നും മറ്റുള്ളവരെ ആകർഷിക്കുകയും അവർക്ക് സന്തോഷമുണ്ടാവുകയും ചെയ്യുന്ന രൂപത്തിൽ സുഗന്ധം ഉപയോഗിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ബ്രഷ് ചെയ്യുക എന്നുള്ളതൊക്കെ പ്രത്യേകമായി റസൂല് അതിന്റെ സുന്നത്തൊക്കെ പഠിപ്പിച്ചത് നമുക്കറിയാം. അപ്പൊ അത് ദുർഗന്ധമൊന്നും വായിൽ നിന്ന് വരാത്ത രൂപത്തിൽ തന്നെ അത് ശുദ്ധീകരിച്ചിരിക്കണം എന്ന്. നല്ല വസ്ത്രം ധരിക്കാൻ പഠിപ്പിച്ചതായി കാണുന്നുണ്ട് പള്ളിയിലേക്കൊക്കെ വരുമ്പോൾ. അപ്പൊ ആ നമുക്ക് നല്ല വസ്ത്രം ധരിക്കുക. പിന്നെ പറഞ്ഞത് ഈ പള്ളിയിൽ നേരത്തെ വരുന്നതാണ്. നേരത്തെ വന്ന് കണക്കാക്കപ്പെട്ട നമസ്കാരം, പള്ളിയിൽ കയറിയാൽ 2 റക്അത്ത് നമസ്കരിക്കുക എന്നുള്ളതുണ്ട്. തഹിയ്യത്ത്, പള്ളിയെ അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള 2 റക്അത്ത് നമസ്കരിച്ചിരിക്കണം, അതിവിടെ പഠിപ്പിക്കണം. പിന്നെ ഖുതുബ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതാണ് ഈ പറഞ്ഞ വാക്യത്തിൽ നിന്ന്. എന്താണോ ഉണ്ടെന്ന് പറയുന്നത് അത് ശ്രദ്ധിക്കുക എന്നുള്ളത് ഈ ജുമായുടെ ഒരു ഭാഗമാണ്. ചില ആൾക്കാർക്ക് ഉറക്കൊക്കെ വല്ലാതെ വരും, ശരിയാണ്. പക്ഷെ ആ ഉറക്കത്തൊക്കെ കവച്ചു വെക്കാൻ പറ്റുന്ന രൂപത്തിൽ തന്നെ നമ്മൾ അതൊക്കെ ഇല്ലാതാക്കാൻ പറ്റുന്ന രൂപത്തിൽ ജുമാക്ക് വരുമ്പോ ആണെങ്കിൽ 5 മിനിറ്റ് ഒന്ന് വെറുതെ മലർന്ന് കിടന്ന് ഒന്ന് വിശ്രമിച്ചതിന് ശേഷം ജുമാക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു അരമണിക്കൂർ സജീവമായി ഇരിക്കാൻ കഴിയും. അപ്പൊ ഖുതുബ ശ്രദ്ധിക്കുക എന്നുള്ളത് ജുമായുടെ ഒരു ഭാഗമായി തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അങ്ങനെ അതിനുശേഷം നമസ്കരിക്കുകയും ചെയ്താൽ, അങ്ങനെയാണെങ്കിലാണ് ഈ 10 ദിവസത്തെ അവന്റെ പാപങ്ങൾ. നേരത്തെ ഒരു നന്മക്ക് 10 നന്മ എന്ന് പറഞ്ഞല്ലോ, അതിന്റെ കൂടി ഒരു ഭാഗമാണിത്. അതായത് ഈ ഒരു വെള്ളിയാഴ്ച ദിവസം അവന്റെ കഴിഞ്ഞ 10 ദിവസത്തെ തിന്മകളൊക്കെ പൊറുക്കപ്പെടാനും
അള്ളാഹുവിന്റെ പാപമോചനത്തിന് പ്രത്യേകമായി അർഹമാകാനും കാരണമായി തീരും എന്നുള്ളതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെയൊക്കെ ആ നല്ല വശങ്ങൾ ഉൾക്കൊണ്ട് മനസ്സിൽ വിചാരിച്ച് അവിടെയൊക്കെ നെയ്യത്താണ് കേട്ടോ, ഇതൊക്കെ ഒരു നല്ല കാര്യം എന്നുള്ളതൊക്കെ മനസ്സിൽ വിചാരിച്ച് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ പൂർണ്ണമായ പ്രതിഫലം ലഭ്യമാവുക. ആ നിലയ്ക്ക് അള്ളാഹുവിൽ നിന്ന് പൂർണ്ണമായ പ്രതിഫലം ലഭിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും ഒക്കെ ക്രമീകരിക്കുക അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്ന് ജുമാക്കിഷേരി അവിടെ കലക്ഷൻ നടക്കുന്നത് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. മറ്റുള്ള ആളുകളെ സഹായിക്കാനും പാവപ്പെട്ടവർക്ക് സഹായം എത്തിക്കാനും ഒക്കെയാണ്. അപ്പൊ അത്തരം കാര്യങ്ങളുമായി പരമാവധി സഹകരിക്കുക. അള്ളാഹു നമ്മിൽ നിന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകളും അപാകതകളും പോരായ്മകളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ എല്ലാ നല്ല നല്ല വിചാരങ്ങളും അള്ളാഹു നിറവേറ്റി തരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹു എല്ലാ നിലക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും നമുക്ക് മുമ്പേ ഇവിടെ പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഖബറിടം അള്ളാഹു വെളിച്ചപൂർണ്ണമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അള്ളാഹു അവന്റെ ഉന്നതമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.